കഥ തുടങ്ങുന്നത് ഈ ഒരു ഡോക്ടറെ കാണിച്ചുകൊണ്ടാണ്. ഡോക്ടറോട് നമ്മുടെ ഹീറോയിനായ യുനീന ഡോക്ടർ എന്റെ മക്കൾക്ക് എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഡോക്ടർ കുട്ടികളുടെ എക്സ്റേ നോക്കിയിട്ട് മകൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, അവൾക്ക് കുറച്ച് ന്യൂട്രീഷന്റെ കുറവാണ്. പക്ഷേ നിങ്ങളുടെ മകന്റെ അവസ്ഥ വളരെ സീരിയസ് ആണ്, അവന്റെ 2 കിഡ്നികളും തകരാറിലാണ്. ഇനി വെറും 5 ദിവസത്തിനകം അവൻ എന്തും സംഭവിക്കാം. ഉടനെ തന്നെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ അത്യാവശ്യമാണ്, അവന്റെ അവസ്ഥ അത്രക്കും ഡേഞ്ചർ ആണെന്ന് പറയും. ഇത് കേട്ട് ആകെ ഷോക്കായി അവളെ ഡോക്ടറോട് നിങ്ങൾ ഇതെന്താ ഈ പറയുന്നേ, വെറും 5 ദിവസമോ? അന്നേരം ഡോക്ടർ സർജറിക്കായിട്ട് 6 ലക്ഷം രൂപ ചെലവാകും, എന്നിട്ട് അവൾക്ക് മെഡിക്കൽ റിപ്പോർട്ട് കൊടുത്തിട്ട് വേഗം തയ്യാറായിക്കോളൂ എന്നും പറയും. ആക്ച്വലി എനീനയ്ക്ക് 2 ഇരട്ട കുട്ടികളാണ്, ഒരു ആണും ഒരു പെണ്ണും. മകന്റെ പേര് സെയിൻ എന്നാണ്, മകളുടെ പേര് സിയ എന്നും. അങ്ങനെ അവൾ മെഡിക്കൽ റിപ്പോർട്ടൊക്കെ നോക്കിയിട്ട് ആകെ ഷോക്കായി ഇങ്ങനെ റൂമിലേക്ക് വരികയാണ്. ഇവിടെ ഇവളുടെ ഹസ്ബൻഡും മദർ ഇൻ ലോയും കൂടെ പേരക്കുട്ടിയായ സെയിനോടൊപ്പം ചേർന്ന് സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം അവള് മെഡിക്കൽ റിപ്പോർട്ട് വായിച്ചു വരുന്നത് അമ്മ കാണുകയും അവളുടെ അടുത്ത് പോയിട്ട് സെയിന്റെ മെഡിക്കൽ റിപ്പോർട്ട് എങ്ങനെയുണ്ട്, ഡോക്ടർ എന്താ നിന്നോട് പറഞ്ഞ് എന്ന് ചോദിക്കും. ആക്ച്വലി ഈ അമ്മക്കും അവളുടെ ഭർത്താവിനും ഏറ്റവും ഇഷ്ടം മകനായ സെയിനെയാണ്. അന്നേരം യുനീന അവളുടെ മനസ്സിൽ അമ്മയ്ക്ക് ഇപ്പോൾ വയസ്സായി വരികയാണ്, അവർക്ക് സെയിനെയാണ് ഏറ്റവും ഇഷ്ടം, അവൻക്ക് അസുഖമാണെന്നറിഞ്ഞാൽ അവർക്കത് മര്യാദക്ക് പോലും കൈകാര്യം ചെയ്യാൻ അറിയൂല എന്ന് വിചാരിച്ചിട്ട് അവൾ റിപ്പോർട്ട് മാറ്റി പറയും. അതായത് സെയിന് കുഴപ്പമൊന്നുമില്ല, ന്യൂട്രീഷന്റെ കുറവാണെന്നും സിയയ്ക്ക് കിഡ്നി ഫെയിലിയർ ആണെന്നും പറയും. ഇത് കേട്ട് അവളുടെ ഭർത്താവിനും അമ്മക്കും വളരെ സന്തോഷമാകും. അവൻ വന്നിട്ട് വളരെ സന്തോഷത്തോടെ ഹോ ദാറ്റ്സ് ഗുഡ്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ സെൻ പരീക്ഷയിൽ 1ാം സ്ഥാനം നേടി, മീഡിയാസ് ഒക്കെ വിളിച്ചിരുന്നു, അതുകൊണ്ട് അവർക്ക് വേണ്ടി ഒരു പാർട്ടി സംഘടിപ്പിക്കുന്നുണ്ടെന്ന് പറയും. ആക്ച്വലി വർഷങ്ങൾക്ക് മുമ്പ് വീട്ടുകാരെയും ധിക്കരിച്ച് ഇവന്റെ കൂടെ ഇവനെയും വിശ്വസിച്ച് വീട് വിട്ട് ഇറങ്ങി വന്നവളാണ് യുനീന. അവൾക്ക് കുടുംബമെന്ന് പറയാൻ ഇവർ മാത്രമേ ഉള്ളൂ. ഇവിടെ മുത്തശ്ശി സെയിനാണ് നമ്മുടെ ലോപ്പസ് ഫാമിലിയുടെ അഭിമാനമെന്നും സിയേക്കാളും ഏറ്റവും മികച്ചത് അവനാണ് എന്ന് പറഞ്ഞ് സന്തോഷിക്കും. എന്നാൽ ഇവളാകെ വെറീഡായിട്ട് അമ്മേ എന്നാലും സെയിനെ നന്നായി നോക്കണം, അവൻക്ക് എപ്പോഴും മെഡിക്കൽ ചെക്കപ്പ് നടത്തണം, ഞാൻ പോയിട്ട് ബില്ലടിച്ചിട്ട് വരാമെന്ന് പറയും. അന്നേരം ഡോക്ടർ റൂമിൽ നിന്ന് പുറത്തിറങ്ങുകയും പാവം ആ കുഞ്ഞിന്റെ അവസ്ഥ, വെറും 5 വയസ്സ് മാത്രം എന്നൊക്കെ പറഞ്ഞു വരുന്നത് ജോൺസും അമ്മയും കേൾക്കും. അന്നേരം അവൻ ഡോക്ടർ നിങ്ങൾ ആരുടെ കാര്യമായി ഈ പറയുന്നേ എന്ന് ചോദിക്കും. അപ്പോൾ ഡോക്ടർ യോനീനയെ കാണിച്ചുകൊണ്ടിട്ട് ആ പോകുന്ന സ്ത്രീയുടെ കുട്ടിയുടെ കാര്യമാണെന്ന് പറയും. കൂടാതെ സർജറിക്ക് 6 ലക്ഷം വേണമെന്നും ഡോക്ടർ പറയും. ഇത് കേട്ട് ജോൺസ് ആകെ ഷോക്കാകും. സംഭവം അവൻ ഈ കാശിന്റെ ചെലവ് കേട്ടിട്ടാണ് ഷോക്കായത്. പിന്നെ അവന് സെയിന് കുഴപ്പമൊന്നുമില്ലല്ലോ, സിയക്കല്ലേ വയ്യാത്തത്. അന്നേരം മുത്തശ്ശി ഈ പെണ്ണിനെ കൊണ്ട് ഒന്നിനും പറ്റില്ല, ഒരു നാശം പിടിച്ചവളാണെന്ന് പറയും. ഉടനെ അവൻ അമ്മേ 6 ലക്ഷം എന്നത് ചെറിയ തുകയൊന്നുമല്ല, നിങ്ങളുടെ പെൻഷനിൽ എത്ര ബാക്കിയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവന്റെ കൈ തട്ടി മാറ്റിയിട്ട് ഞാൻ എന്റെ പണം ആർക്കും തരില്ല, പ്രത്യേകിച്ച് ആ നാശം പിടിച്ചവൾക്ക്, അവൾക്ക് ഞാൻ എന്റെ കാശ് കൊണ്ട് ഒരു സുഗന്ധം പോലും വാങ്ങിക്കൊടുക്കില്ല എന്ന് പറയും. അന്നേരം ജോൺസ് സങ്കടത്തോടെ അമ്മേ അവളും എന്റെ മകളല്ലേ എന്ന് പറയുന്നുണ്ടെങ്കിലും അവളെ രക്ഷിച്ചാൽ നമുക്ക് എന്ത് ഉപകാരമാ ഉണ്ടാവുക, അവൾ നാളെ വിവാഹം കഴിച്ച് മറ്റൊരാൾക്ക് വേണ്ടി വേലക്കാരിയാകും, നീ ഒന്ന് ചിന്തിച്ചു നോക്ക്, നമ്മൾ വെറുതെ കാശ് കളയണോ എന്ന് പറയും. ശേഷം അവർ രണ്ടാളും ഇതിനെ പറ്റി അറിയാൻ ഡോക്ടറിന്റെ അടുത്തേക്ക് പോകും. അന്നേരം ഡോക്ടർ അവരോട് ഉടനെ തന്നെ ഒരു ഡോണറെ കണ്ടെത്തേണ്ടതുണ്ട്, കൃത്യമായ തുക പറയാൻ സാധിക്കില്ല എന്നും പറയും. ഉടനെ മുത്തശ്ശി അപ്പോ അത് 6 ലക്ഷത്തിലൊന്നും ഒതുങ്ങില്ല, കൂടാതെ തുടർ ചികിത്സയ്ക്കും ഒരുപാട് കാശ് അത്യാവശ്യമായി വരും, യൊനീന ഇതൊക്കെ എവിടുന്ന് ഒപ്പിക്കാനാ? അന്നേരം മുത്തശ്ശി ആകെ പേടിക്കും. ഇനി അവൾ ഡോണറെ കണ്ടെത്തിയിരിക്കുന്നത് സെയിനെയാണോ? ദൈവമേ, അവനാണ് നമ്മുടെ എല്ലാ പ്രതീക്ഷയും, അവനെ ഞാൻ തൊടാൻ സമ്മതിക്കില്ല എന്ന് പറയും. അല്ലെങ്കിലേ നമ്മുടെ കയ്യിൽ 5 പൈസയില്ല, ഇനി അവൾ നമ്മളെ പാപ്പരാസിയാക്കുമോ എന്നൊക്കെ പറഞ്ഞ് അമ്മയും മകനും കൂടെ അവളെ തിരഞ്ഞു പുറത്തേക്ക് പോകും. അവളിവിടെ ആരൊക്കെയെ ഫോണിൽ വിളിച്ചിട്ട് സർജറിക്കുള്ള കാശ് അറേഞ്ച് ചെയ്യാണ്. അങ്ങനെ അവളുടെ ഫ്രണ്ട്സ് ഒക്കെ വന്ന് അവളെ കഴിയാവുന്ന വിധം സഹായിക്കും. ഇതെല്ലാം അമ്മയും മകനും കാണുന്നുണ്ടാകും. അന്നേരം അമ്മ അവൾ എത്ര കടം വാങ്ങിയാലും ആ പിശാചിന് വേണ്ടി ഉപയോഗിക്കാതിരിക്കലാണ് നല്ലതെന്ന് പറയും. അങ്ങനെ യൊനീന അവളുടെ കാർഡുമായി ബിൽ പേ ചെയ്യാൻ പോകും. അന്നേരം അവിടുത്തെ സ്റ്റാഫ് സോറി മാം, ഇതിൽ 0 ബാലൻസ് ആണെന്ന് പറയും. അവളാകെ ഷോക്കായിട്ട് നിങ്ങൾ ഒന്നും കൂടെ ട്രേ ചെയ്ത് നോക്കൂ, ഞാൻ ഇതിൽ മുഴുവൻ പണം നിക്ഷേപിച്ചതാണെന്ന് പറയും. അന്നേരം ആ സ്റ്റാഫ് ഇതിൽ പണം ഉണ്ടായിരുന്നു, പക്ഷെ അത് നിങ്ങളുടെ ഭർത്താവ് ജോൺസ് അത് കുറച്ച് നിമിഷം മുമ്പ് ട്രാൻസ്ഫർ ചെയ്തെന്ന് പറയും. ഇത് ചോദിക്കാൻ വേണ്ടി അവൾ വേഗം വീട്ടിലേക്ക് പോകും. അന്നേരം ഈ പയ്യൻ ഈ പെൺകുട്ടിയെ സ്പ്രേ ചെയ്ത് ഉപദ്രവിക്കുന്ന കാഴ്ച അവൾ കാണുകയും അവളെ വേഗം സേഫ് ആകുകയും ചെയ്യും. അന്നേരം ഈ പയ്യൻ ഇവൾ അസുഖക്കാരിയല്ലേ, ഇവളുടേത് നമുക്കും ബാധിച്ചാലോ, ഇവളെ തന്നെ ഇവിടുന്ന് തുടച്ചു മാറ്റണമെന്നും നിങ്ങളെയും അണുവിമുക്തമാക്കണമെന്നും പറഞ്ഞിട്ട് സ്വന്തം അമ്മയെയും അവൻ സ്പ്രേ ചെയ്യും. ഉടനെ അവൾ ജോൺസിന്റെ അടുത്ത് പോയിട്ട് ജോൺസ് നിങ്ങൾ എന്റെ കാർഡിൽ നിന്നും പണം എടുത്തോ പ്ലീസ്, അതെനിക്ക് വേഗം തിരിച്ചു തരൂ, അർജന്റ് ആണെന്ന് പറയും. ഉടനെ മുത്തശ്ശി വന്നിട്ട് നിനക്ക് നാണമില്ല ഇത്രയും കാശ് ഇവർക്ക് വേണ്ടി ചെലവാക്കാൻ, ഇവളെ ചികിത്സിക്കാൻ ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല. കൂടാതെ ജോൺസും അവളെ കുറ്റപ്പെടുത്തും. നമുക്ക് ഒരുപാട് ലോണുകൾ അടച്ചു തീർക്കാനുണ്ട്, നിനക്ക് കുടുംബത്തെക്കുറിച്ച് ഒരു ഉത്തരവാദിത്വവും ഇല്ലേ? അന്നേരം അവള് ഞാൻ കടം വാങ്ങിയത് എന്റെ കുഞ്ഞിനെ രക്ഷിക്കാനാണ്, അല്ലാതെ നിങ്ങൾ വരുത്തി വെച്ച ലോൺ അടക്കാനല്ല എന്ന് പറഞ്ഞതും മുത്തശ്ശി രണ്ടാളെയും അവിടുന്ന് തള്ളി പുറത്താക്കും. നിന്റെ ഒരാവശ്യത്തിനും ഞങ്ങൾ പണം തരില്ല, അത് എന്റെ മകനും പേരക്കുട്ടിക്കുമുള്ളതാണെന്നും അമ്മ പറയും. കൂടെ ഈ പയ്യനും നീ വൃക്ക തകരാറിലായവളല്ലേ, എനിക്ക് നല്ലൊരു ഭാവിയുണ്ട്, ഞാൻ ധാരാളം പണം സമ്പാദിക്കുന്ന ഒരു പ്രതിഭാശാലിയായ കുട്ടിയാണ്, നീ നാളെ മരിക്കാൻ പോകുന്നവളുമാണെന്ന് പറയും. അന്നേരം ജോൺസ് അവളോട്
സങ്കടത്തോടെ യൊനീന നീ ആ കാശി മറന്നേക്ക്, കുറച്ചു ദിവസം കഴിഞ്ഞാൽ ജെയിന്റെ ഗ്രാജുവേഷൻ പാർട്ടി നടക്കാൻ പോവുകയാണ്, എല്ലാവരും വരുന്നുണ്ട്, നിനക്ക് നിന്റെ മകളുടെ കാര്യം മാത്രമേ ഉള്ളൂ, നിനക്ക് ഇവനെ പറ്റി ഒരു ചിന്തയുമില്ലെന്ന് പറഞ്ഞ് അവളെ കുറ്റപ്പെടുത്തും. അന്നേരം അവളെ വളരെ സങ്കടത്തോടെ ഇവർ രണ്ടാളും എന്റെ കുഞ്ഞുങ്ങളാണ്, ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ ഹൃദയം തകർന്നു പോകും. അന്നേരം ഈ അച്ഛൻ ഒരു ദയവുമില്ലാതെ ഈ വിഡ്ഢിയായ ജിയെ ശ്രദ്ധിക്കുന്ന ഒരേ ഒരു വ്യക്തി നീയാണ്, എന്തായാലും നമ്മുടെ കുടുംബത്തിന്റെ പണം നമ്മുടെ കൈവുള്ള കുട്ടിയായ ജെയിന്റെ ഫ്യൂച്ചർ മാത്രമേ ഞാൻ ചെലവാക്കുള്ളൂ എന്ന് അവൻ പറയും. അവൾ അവന്റെ കാല് പിടിച്ചിട്ട് എനിക്ക് എന്റെ കാശ് തിരികെ തരൂ, എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറയുന്നുണ്ടെങ്കിലും അവൻ കേൾക്കാൻ പോലും കൂട്ടാക്കാതെ അവളെ ചവിട്ടും. കൂടെ ഈ മകനും കൂടെ ഉപദ്രവിക്കും. എന്നിട്ട് മുത്തശ്ശി എനിക്ക് ഗ്രാജുവേഷന് ധരിക്കാൻ വേണ്ടി $1 മില്യൺ വസ്ത്രമാണ് വാങ്ങിയിട്ടുള്ളത്, നിങ്ങൾ എനിക്ക് എന്തേലും വാങ്ങിച്ചോ, ഈ വെയ്യാത്തവൾക്കല്ലേ ചിലവാക്കുന്നത്. അന്നേരം അവൾ അത് ഞാൻ കടം വാങ്ങിയ കാശാണെന്ന് പറയും. വീണ്ടും അവൾ കടം വാങ്ങിക്കാനായിട്ട് ആരൊക്കെ ഫോണിൽ വിളിക്കാൻ നിൽക്കവേ ജോൺസ് അത് തട്ടിപ്പറിച്ചിട്ട് താഴേക്കിടും. നീ ഇനിയും കടം വാങ്ങിയാൽ അതെങ്ങനെ അടച്ചു തീർക്കും? സെയിനിന് ഒരു അഡ്വർടൈസ്മെന്റിന് ചാൻസ് വരുന്നുണ്ട്, അതിനാൽ നീ അവനെ കണ്ടിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നെനിക്കറിയാം. നീ എന്തൊരു വൃത്തികെട്ട അമ്മയാണ്, കൂടാതെ ഗ്രാജുവേഷൻ പാർട്ടിയിൽ നിന്നെയും ഇവളെയും കാണാൻ പാടില്ലെന്നും പറയും. എന്നിട്ട് അമ്മയുടെ വാക്കും കേട്ട് ജോൺസ് അവളെ തല്ലും. അന്നേരം അവൾ ഒറിജിനൽ മെഡിക്കൽ റിപ്പോർട്ട് എടുത്തിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കും. എന്നാൽ അതൊന്ന് നോക്കാൻ പോലും കൂട്ടാക്കാതെ അമ്മ അത് വലിച്ചു കീറിയിടും. എന്നിട്ട് നീ ജോൺസിന്റെ സഹതാപം വാങ്ങാനൊന്നും നിൽക്കണ്ട, അവൻ വഴങ്ങില്ലെന്ന് പറയും. കൂടാതെ അമ്മ 4 ദിവസം കഴിഞ്ഞാൽ ഈ പെണ്ണു മരിക്കും, അവൾക്ക് വേണ്ടി എന്തിനാണ് ഇത്രയും കഷ്ടപ്പെടുന്നത്, അവളെ അങ്ങ് സമാധാനത്തോടെ വിട്ടൂടെ. കൂടെ ഈ പയ്യനും എനിക്ക് ഈ അമ്മയെ തീരെ ഇഷ്ടമല്ല, അമ്മ ചീത്തയാണ്, എനിക്ക് മുത്തശ്ശിയും അച്ഛനും മതിയെന്ന് പറയും. അന്നേരം ജോൺസിന്റെ ഫോണിലേക്ക് ഒരു ലേഡി കോൾ ചെയ്യും. ജോൺസ്, എനിക്ക് ഗ്രാജുവേഷൻ പാർട്ടിക്ക് നല്ലൊരു ബാഗ് വേണം, ഞാൻ താഴെ ഉണ്ട്, എന്റെ കൂടെ ഷോപ്പിങ്ങിന് വരൂ എന്ന് പറയും. ഓക്കെ ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ കട്ട് ചെയ്യും. അന്നേരം അവൾ അവന്റെ അടുത്ത് പോയിട്ട് വളരെ സങ്കടത്തോടെ, നിനക്ക് എന്നെക്കാളും വലുതാണല്ലേ സെലീന, നിനക്ക് അവളുടെ കൂടെ പോകാനൊക്കെ സമയമുണ്ട്, എന്റെ കാര്യത്തിനിട്ടും സമയമില്ല, നീയൊക്കെ ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞ് അവൾ ദേഷ്യപ്പെടും. അന്നേരം അവൻ അവളെ തള്ളി മാറ്റിയിട്ട്, അത് സെയിനിന്റെ ടീച്ചറാണ്, നീ എന്തിനാ എപ്പോഴും എന്നെ സംശയിക്കുന്നത്, അവരുടെ ആവശ്യത്തിന് വേണ്ടി അവരൊരു സഹായം ചോദിച്ചതല്ലേ, നീ എന്തിനാ എന്നെ വെറുപ്പിക്കുന്നേ. കൂടെ ഈ പയ്യനും എന്റെ അമ്മ എന്തൊരു ചീത്തയാണ്, നിങ്ങൾക്ക് എന്റെ അമ്മയാകാൻ ഒരു യോഗ്യതവുമില്ല, ടീച്ചർക്ക് മാത്രമേ അതിന് യോഗ്യതയുള്ളൂ, എനിക്ക് ടീച്ചറെയാണ് ഇഷ്ടമെന്നും പറയും. ശേഷം ജോൺസ് അവളുടെ കൂടെ പുറത്തേക്ക് പോകും. അന്നേരം അമ്മ ഞാനും കൂടെ വരാം, എന്റെ ചെറുമകന് വേണ്ടി ഞണ്ടുകൾ വാങ്ങിക്കണം, പോകുന്ന വഴിയിൽ നീ എന്നെ മാർക്കറ്റിലൊന്ന് ഇറക്കി തരേണ്ടിമെന്ന് പറയും. അവര് പുറത്തുപോയ അതേസമയം ഇവിടെ സെയിന്റെ മൂക്കിൽ നിന്നും ധാരാളം ബ്ലഡ് വരികയും അവനവിടെ തലകറങ്ങി വീഴുകയും ചെയ്യുന്നുണ്ട്. ഉടനെ തന്നെ അവള് അവനെയും എടുത്തിട്ട് ഒരു ടാക്സിയിൽ ഹോസ്പിറ്റലിലേക്ക് പോകും. ഇവിടെ ഇവർ പോകുന്നത് മറ്റേ കാറിൽ നിന്നും ജോൺസും സെയിനും ടീച്ചറും അമ്മയും കാണുന്നുണ്ട്. അവര് വിചാരിക്കും അവൾ അവളുടെ ഏതോ കാമുകന്റെ കൂടെ പോകുകയാണെന്ന്. ഇവിടെ യൊനീന മകനെ തട്ടി വിളിച്ചിട്ട്, ഹണി നിനക്കൊന്നുമില്ല, നിന്നെ ഞാൻ വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കുമെന്ന് പറയും. ഇത് കേട്ട ജോൺസ് അവൾ ഡ്രൈവറെയാണോ ഹണി എന്ന് വിളിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് അവൻ വേഗത്തിൽ വണ്ടി വിട്ട് അവരുടെ കാറിനെ ഓവർടേക്ക് ചെയ്ത് പിടിക്കും. എന്നിട്ട് ഇരുവരും കാറിൽ നിന്നും ഇറങ്ങും. ഉടനെ അവളെ ജോൺസ് മാറി നിൽക്കെ, എനിക്ക് അർജന്റായി ഹോസ്പിറ്റലിൽ പോകണം, നമ്മുടെ കുഞ്ഞിനെ തീരെ വെയ്യെന്ന് പറയും. പക്ഷെ അവനതൊന്നും വിശ്വസിക്കാതെ, നിന്റെ കാമുകനെ ഞാൻ ഇന്ന് കയ്യോടെ പൊക്കുമെന്ന് പറഞ്ഞിട്ട് കാറിന്റെ ഡോറ് തുറന്നതും അപ്പോൾ സെയിൻ അവശ്യ നിലയിൽ താഴേക്ക് വീഴും. ഇത് കണ്ട അവൻ, നീ എന്റെ കുഞ്ഞിനെ ബോധം കെടുത്തിയോ, ഞങ്ങളില്ലാത്ത സമയം നോക്കി നീ ഇവൾക്ക് കിഡ്നി കൊടുക്കാൻ എന്റെ കുഞ്ഞിനെ കൊണ്ടുപോകുകയാണോ എന്ന് ചോദിച്ചതും അവൾ അവരെയൊക്കെ തള്ളി മാറ്റിയിട്ട് വേഗം ഹോസ്പിറ്റലിലേക്ക് പോകും. അവരുടെ പിറകെ ഇവരും പോകും. ഇവിടെ ഇവളും മകളായ സിയയും ഡോക്ടർ എങ്ങനെയെങ്കിലും എന്റെ അനിയനെ രക്ഷിക്കുമെന്ന് കരഞ്ഞു പറയും. നിങ്ങളുടെ കയ്യിൽ സർജറിക്കുള്ള കാശ് പോലുമില്ല, അവനെ ഞാൻ എങ്ങനെ രക്ഷിക്കാനാണ് എന്നൊക്കെ ഡോക്ടർ പറയും. പക്ഷെ അവരുടെ ഈ ദയനീയ അവസ്ഥ കണ്ട് ഡോക്ടർ അവസാനം ഓക്കെ ഞാൻ ട്രൈ ചെയ്യാം, ഇപ്പൊ ഒരു കിഡ്നി അവൈലബിൾ ആയിട്ടുണ്ട്, എത്രയും വേഗം തന്നെ നമുക്ക് സർജറി നടത്തണം എന്നും പറഞ്ഞ് അവരവിടുന്ന് പോകും. അപ്പോഴേക്കും സെയിന്റെ അടുത്തേക്ക് അവരെത്തിയിട്ടുണ്ടാകും. സെയിനെ കണ്ടതും ടീച്ചറാകെ ഷോക്കായിട്ട്, സെയിന്റെ ശരീരത്തിൽ എന്തിനാണ് ഇത്രയും ട്യൂബുകൾ, ഇവൻ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ജോൺസ് പറയും, ഇത് അവളുടെ പണിയാണ്, എന്റെ കുഞ്ഞിന്റെ വൃക്കയെടുത്തിട്ട് അവൾക്ക് കൊടുക്കാനുള്ള പ്ലാനിലാണ്, അതിന് ഞാനൊരിക്കലും സമ്മതിക്കില്ല എന്നും പറഞ്ഞ് അവർ അവന്റെ ദേഹത്തിൽ നിന്നും മാസ്കും ട്യൂബൊക്കെ എടുത്ത് മാറ്റി അവൻ അവിടുന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കും. ഉടനെ അങ്ങോട്ട് ഹീറോയിൻ വന്നിട്ട്, നിങ്ങൾ അവനെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്, അവന് അർജന്റായിട്ട് സർജറി വേണം, അവനെ എനിക്ക് തരുമെന്ന് പറയും. ഉടനെ ഡോക്ടർ വന്നിട്ട്, നിങ്ങൾ സർജറിക്ക് റെഡി ആണെങ്കിൽ വരൂ, എനിക്ക് തിരക്കുണ്ടെന്ന് പറയും. പക്ഷെ ജോൺസ്, ഞങ്ങൾക്കൊരു സർജറിയും വേണ്ട, നിങ്ങൾ നിങ്ങളുടെ പണി നോക്കി പോയിക്കോളൂ. അങ്ങനെ ജോൺസും യനീനയും തമ്മിൽ പിടിവലി നടക്കുന്ന സമയത്ത് സെയിൻ ചോര ഛർദ്ദിക്കും. ഇത് കണ്ട് അമ്മയും മകനും ആകെ പേടിക്കും. സെയിന്റെ ബോധം മൊത്തത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഉടനെ അവൻ, ഡോക്ടർ പ്ലീസ് എന്റെ മകനെ രക്ഷിക്കൂ പ്ലീസ് എന്ന് പറയും. അന്നേരം ഡോക്ടർ വളരെ ദേഷ്യത്തോടെ, ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞതല്ലേ ഇവൻ കിഡ്നി ഫെയിലിയർ ആണെന്നും സർജറി വേണമെന്നൊക്കെ. ഇത് കേട്ട് ആകെ ഷോക്കായി അവർ യനീനയോട് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും ആലോചിക്കാനൊന്നും സമയമില്ലാത്തതിനാൽ ജോൺസ് വേഗം അമ്മയോട് ഓർഡർ ചെയ്ത ഡ്രസ്സുകളെല്ലാം തിരികെ കൊടുക്കാനും ഡോക്ടറോട് പണത്തെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട, വേഗം സർജറി ആരംഭിക്കൂ. പക്ഷെ ഡോക്ടർ പറയും, ടു ലേറ്റ്, നിങ്ങൾ വൈകിപ്പോയി, അത് മറ്റൊരാൾ സ്വീകരിച്ചെന്ന് പറയും. ഉടനെ മുത്തശ്ശി സിയയെ പിടിച്ചു വെച്ചിട്ട്, ഡോക്ടർ നിങ്ങൾ ഇവളുടെ കിഡ്നി എടുത്തോളൂ, ഇവർ ഇരട്ടകളാണ്, അവർ തമ്മിൽ എന്തായാലും
സ്റ്റൈൽ മാച്ച് ആയിരിക്കുമെന്ന് പറയും. അന്നേരം ഡോക്ടർ അനുവാദമില്ലാതെ വൃക്കദാനം ചെയ്യുന്നത് നിയമവിരുദ്ധമാണെന്ന് പറയും. നിങ്ങൾ വേറെ കണ്ടെത്തുമെന്നും പറഞ്ഞിട്ട് അവിടുന്ന് പോകും. ഇവിടെ അമ്മ ആകെ സങ്കടപ്പെട്ട് നിലത്തിരുന്നിട്ട് കരയാണ്. ജോൺസും മകനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. ഈ അസുഖം മകൾക്കാണെന്ന് അറിഞ്ഞപ്പോൾ യാതൊരു കൂസലും ഇല്ലാത്തവരാണ് ഇപ്പൊ അലമുറയിട്ട് കരയുന്നത്. ജോൺസ് ഉടനെ തന്നെ അവളോട് പ്ലീസ് നീ എന്തെങ്കിലും ഒന്ന് ചെയ്യേ, നിന്നെ കൊണ്ട് മാത്രമേ അതിന് സാധിക്കൂ, നീ ഞങ്ങളെ ഒന്ന് സഹായിക്കണമെന്ന് പറയും. കൂടെ അമ്മയും നമ്മുടെ ലോപ്പസ് കുടുംബത്തിന്റെ പ്രതീക്ഷയാണവൻ, ഈ തലമുറയിൽ നമുക്കവനെ നഷ്ടപ്പെടാൻ പാടില്ല. പക്ഷെ അവള് പറയും ഞാൻ അവൻക്ക് വേണ്ടിയായിരുന്നു ഇത്രയും പോരാടിയത്, അവസാന നിമിഷം നിങ്ങൾ അത് ഇല്ലാണ്ടാക്കി. അന്നേരം അമ്മയും അവനും അവളുടെ കാലിൽ വന്ന് വീണിട്ട് ഇത്രയും ചെയ്ത് നിനക്ക് ഒന്നുകൂടെ ശ്രമിച്ചൂടെ എന്നൊക്കെ പറയും. ഉടനെ അവൾ വർഷങ്ങൾക്ക് മുമ്പ് ഇട്ടേച്ചു പോണ അവളുടെ കുടുംബത്തിലെ കസിനായ സാമിനെ വിളിക്കും. കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അവൻ ഉടനെ ഡോക്ടറെയും കൂട്ടി അങ്ങോട്ട് വരും. അങ്ങനെ സർജറിക്ക് കഴിഞ്ഞതിന് ശേഷം അവൾ അവനോട് നന്ദി പറയും. ആക്ച്വലി ചൈൽഡ്ഹുഡിൽ സാമിന്റെ ക്രഷ് ആയിരുന്നു യൊനീന. അങ്ങനെ അവൾ അവന്റെ സർജറിക്ക് കഴിഞ്ഞ മകനെ കാണാനായിട്ട് റൂമിലേക്ക് പോകും. അന്നേരം ജോൺസ് അവളോട് വളരെ ദേഷ്യത്തോടെ ലോപ്പസ് കുടുംബത്തിൽ നിന്നും നിന്നെ ഞങ്ങൾ പുറത്താക്കിയിരിക്കുന്നു, ഇനി മേലിൽ നിന്റെ കണ്ണുപോലും ആ കുടുംബത്തിന്റെ മേൽ തട്ടാൻ പാടില്ലെന്ന് പറഞ്ഞ് അവളെ എന്നേക്കുമായി അവിടുന്ന് പറഞ്ഞയക്കും. നീ കള്ളം പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഞാൻ അവനെ എന്നേക്കുമായി രക്ഷിച്ചേനെ, അവന്റെ അമ്മയാകാൻ നിനക്ക് യാതൊരു അർഹതയുമില്ലെന്ന് പറഞ്ഞ് അവളെ പറഞ്ഞയക്കും. പക്ഷെ അവൾ ഇനി അഥവാ എന്ന് പറഞ്ഞെങ്കിലും ആരും അവളുടെ വാക്ക് കേൾക്കാൻ കൂട്ടാക്കാറില്ല. വീട്ടിലൊരു സ്ഥാനം പോലും അവൾക്ക് കൊടുക്കാറില്ല. ഞാൻ പോയാൽ നിങ്ങൾ അതിൽ ഖേദിക്കുമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോകും. അങ്ങനെ അവൾ അവിടുന്ന് നേരെ പോകുന്നത് അവളുടെ വീട്ടിലേക്കാണ്. അവിടെ അവളുടെ ഫാമിലിയിലെ അസിസ്റ്റന്റും ആളുകളും അവൾക്ക് ഒരുപാട് വിലപിടിപ്പുള്ള സാധനങ്ങൾ ഒരുക്കി സ്വാഗതം ചെയ്യുന്നുണ്ട്. ഉടനെ അസിസ്റ്റന്റ് വന്നിട്ട് മിസ്റ്റർ ആൻഡ് മിസ്സസ് ഷാർപ്പ് ഒരു വലിയ പ്രൊജക്ടിന്റെ മീറ്റിംഗിലാണ്, ഒന്ന് കാത്തിരിക്കുന്നു പറയും. ഉടനെ ഡോർ തുറന്നിട്ട് അവർ വരികയും എന്റെ മകളേക്കാൾ ഇമ്പോർട്ടന്റ് ആയ ഒരു പ്രൊജക്റ്റും എനിക്ക് വലുതല്ലെന്ന് പറഞ്ഞിട്ട് അവർ വളരെ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് 3 പേരും കെട്ടിപ്പിടിക്കും. എന്നിട്ട് അവൾ അച്ഛനും അമ്മയും എന്നോട് ക്ഷമിക്കണം, ഞാൻ തെറ്റു ചെയ്തു, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. സാരമില്ല മോളെ, നിന്നെ കണ്ടതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്, നിന്നെ പുറത്താക്കിയ ഓപ്പസ് കുടുംബത്തെ ഞാൻ വെറുതെ വിടില്ല എന്നും പറഞ്ഞിട്ട് അമ്മ അവൾക്കായിട്ട് കുടുംബത്തിന്റെ പാരമ്പര്യമായ ജേഡ് ബാഡ്ജ് കൊടുക്കും. രാജകുടുംബത്തിൽ നിന്നും പഴയ കാലം മുതലേ കൈമാറ്റം ചെയ്യപ്പെട്ടതാണ്, ഇനി മുതൽ നീ ഇത് സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് അവൾക്ക് കൊടുക്കും. ഇത് നീ എപ്പോഴും കൈവശം വെക്കുകയാണെങ്കിൽ ആരും നിന്നെ ഭീഷണിപ്പെടുത്താൻ ധൈര്യപ്പെടില്ലെന്നും പറയും. ഉടനെ സാം അവളോട് നാളെ ജെയിന്റെ ഗ്രാജുവേഷൻ പാർട്ടിയാണ്, നീ ഇതുമായി എന്തായാലും അവരുടെ അടുത്തേക്ക് പോകണമെന്ന് പറയും. പക്ഷെ അവൾ കരഞ്ഞുകൊണ്ട് എന്റെ ഏറ്റവും അഭിമാനകരമായ നിമിഷമായിരുന്നു അത്, പക്ഷെ ഇപ്പോൾ ഞങ്ങൾ വേർപിരിഞ്ഞതുകൊണ്ട് എനിക്കതിൽ വളരെ സങ്കടമുണ്ടെന്ന് പറയും. അങ്ങനെ പിറ്റേ ദിവസം യൊനീനയ്ക്ക് പാർട്ടിയിൽ പങ്കെടുക്കുന്നതിനുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളുമായിട്ട് അവർ വരും. അങ്ങനെ അവൾ അണിഞ്ഞൊരുങ്ങി അതീവ സുന്ദരിയായി ഒരു റിച്ച് ലുക്കിൽ ആഡംബരക്കാരിൽ കയറി ഗ്രാജുവേഷൻ പാർട്ടിയിലേക്ക് പോകും. 6 വർഷമായി ഞാനൊരു ഭാര്യയും അമ്മയുമായിരുന്നു, ഇപ്പോ ഞാൻ ഒരു ഹഗാഡാണെന്ന് പറയും. അങ്ങനെ ഇവിടെ ജോൺസ് പ്രോഗ്രാമിന് വന്ന അതിഥികളോടും റിപ്പോർട്ടേഴ്സിനോടൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് വെൽക്കം ചെയ്യാണ്. നൂറ്റാണ്ടിലൊരിക്കൽ കണ്ടുവരുന്ന ഒരു പ്രതിഭാശാലിയായ കുട്ടിയാണിവൻ. ഞാനൊരു സിംഗിൾ ഫാദറാണ്, ഇവനെ കഷ്ടപ്പെട്ട് വളർത്തിയ ഞാൻ ഈ നിലയിൽ എത്തിച്ചത്. 5-ാം വയസ്സിൽ തന്നെ ഇത്രയും വലിയ പ്രതിഭാശാലിയായതിൽ ഞാൻ വളരെ അഭിമാനം ഉൾക്കൊള്ളുന്ന ഒരു അച്ഛനാണെന്നൊക്കെ പറയാൻ തുടങ്ങും. ഇത് കേട്ട് എല്ലാവരും അവനെ നല്ലോണം പുകഴ്ത്തി പറയും. ഉടനെ ജോൺസ് ഞാൻ മാത്രമല്ല, അവന്റെ ഈ അംഗീകാരത്തിന് വേറൊരു അർഹത കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവന്റെ അമ്മയേക്കാൾ വളരെ മികച്ച ഒരു സ്ത്രീ, അത് അവന്റെ അധ്യാപിക എം സെലീന കിന്നാണെന്നും പറഞ്ഞ് അവളെ സ്റ്റേജിലേക്ക് വിളിക്കും. അവൾ വളരെ അഹങ്കാരത്തോടെ സ്റ്റേജിലേക്ക് വരും. വീണ്ടും ജോൺസ് തുടങ്ങും, ഇവൾ സെയിനിന്റെ അധ്യാപികയും ഒരു അമ്മയുമാണ്, അതുകൊണ്ടാണ് അവനൊരു ജീനിയസ് ആയത്. അന്നേരം അവിടെയുള്ളവർ ഇവനെ പോലെ 18-ാം വയസ്സിൽ ഡോക്ടർ സീലിയ ലോകപ്രശസ്ത യൂണിവേഴ്സിറ്റിയായ ഹെർബാറിൽ നിന്നും ഡോക്ടറേറ്റ് നേടിയവളാണ്, ഇവളും ഇവനെ പോലെ ഒരു പ്രതിഭാശാലിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് സംസാരമുണ്ടാകും. അവളാണ് പ്രതിഭാശാലി, അവളുടെ IQ 230-ലും കൂടുതലാണ്, അവൾ ലോക റെക്കോർഡ് ഇതിഹാസമാണ്, പക്ഷെ അവരെ ഞങ്ങൾ ആരും ഇതുവരെ കണ്ടിട്ടില്ലെന്ന് പറയും. ഉടനെ സെയിന്റെ ടീച്ചർ മൈക്ക് വാങ്ങിയിട്ട് നിങ്ങൾ ആരും വിഷമിക്കേണ്ട, ഇന്നത്തെ പാർട്ടിയിൽ ഒരു പ്രധാന അതിഥിയാണ് അവർ, സെയിനിനെ അഭിനന്ദിക്കാൻ അവൾ ഉടനെ ഇവിടെ വരുമെന്ന് പറയും. സെയിനിൽ നിങ്ങൾ എത്രത്തോളം വിജയിച്ചുമെന്ന് കാണുമ്പോൾ യൊനീന എന്തായാലും ഖേദിക്കുമെന്നും കൂടാതെ ഡോക്ടർ സെല്ല വന്ന് അവാർഡ് കൊടുക്കുമ്പോൾ അവൾ അന്തം വിടുമെന്നും സെലീന പറയും. അങ്ങനെ ഡോക്ടർ സീലിയ വരുന്നതിന്റെ സന്തോഷത്തിലാണ് അവിടെ എല്ലാവരും. അങ്ങനെ അവർ ഡോറ് തുറന്ന് അകത്തേക്ക് വരികയാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ യൊനീനയാണ്. അവളുടെ വരവ് കണ്ട് ന്യൂസ് റിപ്പോർട്ടേഴ്സൊക്കെ അടുത്തേക്കോടും. ഇവിടെ ഇവന്മാർ ഇവളെ കണ്ട് ആകെ ഷോക്കായി നിൽക്കുകയാണ്. ഉടനെ ജോൺസ് വന്ന് അവളുടെ കൈ പിടിച്ചിട്ട് നിന്നോടാരെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ്, നിന്നെ അതിന് ആരെങ്കിലും പ്രോഗ്രാമിന് ക്ഷണിച്ചോ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടും. കൂടെ ഈ പയ്യനും അമ്മ എന്തിനാണ് എപ്പോഴും അട്ടയെ പോലെ ഞങ്ങളെ പിന്തുടരുന്നത്, എനിക്കിനി നിങ്ങളെ വേണ്ട, എനിക്ക് പുതിയ അമ്മയെ കിട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് അവൻ ടീച്ചറുടെ കയ്യിൽ പിടിക്കും. അന്നേരം സെലീന നീ മര്യാദക്ക് ഇവിടുന്ന് ഇറങ്ങിക്കോ, അല്ലെങ്കിൽ നിന്നെ പിടിച്ച് പുറത്താക്കും, ഞാൻ ഈ പാർട്ടിയിൽ നിന്നും പുറത്തുപോയാൽ ഈ പ്രോഗ്രാം തന്നെ സ്റ്റോപ്പ് ആകുമെന്ന് ഈന പറയും. ഇത് കേട്ട് സെലി ചിരിച്ചുകൊണ്ട് നീ എന്ത് വിഡ്ഢിത്തമാണ് പറയുന്നത്, നിന്നെ പോലൊരു വീട്ടമ്മയാണ് ഈ പരിപാടി നടത്തുന്നത് എന്ന് നീ കരുതുന്നുണ്ടോ, എന്നാ നിനക്ക് തെറ്റി എന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ട് പ്രൊഫസർ തോമസ് വരും. അയാൾ അക്കാദമിക്കിലെ ഒരു വലിയ പ്രൊഫസറാണ്. അയാൾ അവിടെ പാർട്ടിക്ക് വന്നതിൽ അവർക്ക് വളരെയധികം സന്തോഷമുണ്ടാകും. കാരണം അയാൾ ഇങ്ങനത്തെ കുഞ്ഞു പാർട്ടികളിലൊന്നും പങ്കെടുക്കാറില്ല, സെലിബ്രിറ്റീസിന്റെ പ്രോഗ്രാമിൽ
മാത്രമേ പങ്കെടുക്കാറുള്ളൂ. അങ്ങനെ അവിടെ വന്ന 3 പ്രൊഫസർമാരും നമ്മുടെ ഇനയെ കണ്ടിട്ട് അവളെ വെൽക്കം ചെയ്യും. ഇത് കണ്ട് ജോൺസും സെലീനയും അന്തം വിടും. ഇന പഠിച്ചിരുന്ന കോളേജിലെ അന്നത്തെ പ്രൊഫസർമാരായിരുന്നു അവർ. അവൾ ഡോക്ടറേറ്റ് നേടി വലിയ ആളായെങ്കിലും അവളുടെ ഈ ഒളിച്ചോട്ടത്തിന് ശേഷം അവൾ അവളുടെ എല്ലാ ഐഡന്റിറ്റിയും മറച്ചിരുന്നു. പക്ഷേ ഇന്ന് ഈ പ്രൊഫസേഴ്സ് വന്നിട്ട് അവളെ ഡോക്ടർ സീലിയ എന്തൊക്കെ വിശേഷങ്ങൾ എന്നൊക്കെ ചോദിച്ച് സുഖവിവരങ്ങൾ അന്വേഷിക്കും. ഇത് കേട്ട് റിപ്പോർട്ടേഴ്സൊക്കെ ഓടി വന്നിട്ട് അവളുടെ ഫോട്ടോ എടുത്ത് ഇന്റർവ്യൂ ചെയ്യാൻ തുടങ്ങും. ഇവളാണ് ഡോക്ടർ സീലിയ എന്നറിഞ്ഞതും ഇവർ അത് തീരെ വിശ്വസിക്കില്ല. ഇവിടെ സെലിയും ജോൺസും കൂടെ ജെയിനെ വഴിതെറ്റിക്കുമെന്ന് വിചാരിച്ചിട്ട് ഈന മകനോട്, മോനെ നീ എന്റെ കൂടെ വീട്ടിലേക്ക് പോരെ, നമുക്ക് സിയയുടെ കൂടെ അവിടെ ജീവിക്കാം, അമ്മ നിന്നെ നന്നായി നോക്കാം, നിനക്ക് വേണ്ടതെല്ലാം അമ്മ വാങ്ങിത്തരാം, അമ്മയുടെ അടുത്ത് നിന്നെ പൊന്നിട്ട് മൂടാനുള്ള കാശുണ്ടെന്നും പറയും. പക്ഷെ ഈ പയ്യൻ അവളെ തള്ളി മാറ്റിയിട്ട്, നിങ്ങൾ കളവ് പറയാണ്, നിങ്ങൾ വെറും വീട്ടിലെ വേലക്കാരി മാത്രമാണ്, നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കാനും പാത്രം കഴുകാനും മാത്രമേ അറിയൂ, എനിക്ക് നല്ലൊരു ലൈഫ് വേണം, അത് എന്റെ അച്ഛന്റെയും ടീച്ചറുടെയും കൂടെ മതിയെന്ന് പറഞ്ഞ് അമ്മയെ അവൻ വളരെ സങ്കടപ്പെടുത്തും. കൂടെ അവൻ അമ്മയെ തല്ലാനും തുടങ്ങും. അന്നേരം ജോൺസ് അവളോട്, നിനക്ക് നിന്റെ മകനെ കാണാൻ അനുവാദം വേണമെങ്കിൽ നീ ഇപ്പോൾ ഞങ്ങൾ രണ്ടാളുടെയും കാലിൽ വീണ് മാപ്പ് പറയണമെന്ന് പറയും. ആഹാ, അത് നിങ്ങൾ സ്വപ്നം കണ്ടാൽ മതി എന്ന് പറഞ്ഞതും ഈ പയ്യൻ അമ്മയെ വീണ്ടും ഉപദ്രവിക്കും. അന്നേരം അവളുടെ കയ്യിലുണ്ടായിരുന്ന അമ്മ കൊടുത്ത ജേഡ് പെൻഡന്റ് താഴെ വീഴും. അത് ഈ പയ്യൻ കാണുകയും കയ്യിലെടുത്തതും, ഓഹോ, അമ്മ $2 ഏതോ തല്ലിപ്പൊളി ആപ്പിൽ നിന്നും പർച്ചേസ് ചെയ്ത് ആളെ പറ്റുകയാണെന്നും പറഞ്ഞ് കളിയാക്കും. പക്ഷെ അമ്മ അത് അവൾക്ക് സൂക്ഷിക്കാൻ കൊടുത്തതാണ്. അന്നേരം അവളത് തിരികെ തരാൻ പറഞ്ഞെങ്കിലും ആ പയ്യൻ അത് കൊടുക്കില്ല. മാത്രവുമല്ല, അമ്മ മുട്ടുകുത്തി ഇഴഞ്ഞു വന്നാൽ ഞാനിത് തരാമെന്ന് പറയും. പക്ഷെ അതൊരു കേടുകൂടാതെയും ലഭിക്കാൻ വേണ്ടി അവൻ പറഞ്ഞതുപോലെ പോയി അവൾ അത് വാങ്ങിയതും അവനത് താഴേക്കിട്ട് കൊടുക്കും. അന്നേരം അത് 2ആയി വിഭജിക്കും. ഇത് അവൾക്ക് തീരെ സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഉടനെ അവൾ പ്രൊഫസറോട് ഉടനെ തന്നെ സെയിനെ ഈ പ്രോഗ്രാമിൽ നിന്നും പുറത്താക്കണം, അവനൊരു അൺഗ്രേറ്റ്ഫുൾ ചൈൽഡാണ്, നല്ലൊരു വിദ്യാഭ്യാസം അവൻ അർഹിക്കുന്നില്ല. അന്നേരം പ്രൊഫസർ, ഓക്കെ മിസ്റ്റർ ഷാപ്പ് എന്ന് പറയും. ഇത് കേട്ട് ആകെ ഷോക്കായി ജോൺസ്, പ്രൊഫസർ നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്, ഇവൾ ഞങ്ങളുടെ ഫാമിലിയിൽ നിന്നും പുറത്താക്കപ്പെട്ടവളാണ്. അന്നേരം പ്രൊഫസർ, തെറ്റിയത് നിങ്ങൾക്കാണ്, ഇവർ ഷാപ്പ് ഗ്രൂപ്പിലെ റിച്ചസ്റ്റ് ഹെയറസ് ആണെന്ന് പറയും. ശേഷം അവൾ എനിക്ക് ഡിവോഴ്സ് വേണമെന്നും പറഞ്ഞ് അവനക്ക് സൈൻ ചെയ്യാൻ പേപ്പേഴ്സ് ഒക്കെ കൊടുക്കും. പക്ഷെ അവൻ അതിൽ ഒപ്പിടാൻ തയ്യാറാകില്ല. അന്നേരം മീന, അപ്പോൾ നിങ്ങൾ അതിൽ ഒപ്പിടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് അവിഹിതത്തിലുണ്ടായ പേരിൽ അറിയപ്പെടുമെന്ന് പറഞ്ഞ് സെലീനയെ പേടിപ്പിക്കും. ആക്ച്വലി അവൾ ഓൾറെഡി പ്രഗ്നന്റ് ആണ്. ഉടനെ സെലീന അവനോട് അതിൽ ഒപ്പിടാൻ പറയും. പക്ഷെ അവൻക്ക് ഏറ്റവും വലുത് പണമാണ്. ഈനയെ ഇറക്കിവിട്ടാൽ മഹാലക്ഷ്മിയെ ഇറക്കിവിട്ട പോലെയാകുമെന്ന് അവൻക്ക് തന്നെ അറിയാം. പക്ഷെ സെലീനയുടെ വാക്കും കേട്ട് ജോൺസ് അതിൽ സൈൻ ചെയ്യും. എന്നിട്ട് ഈനയുടെ ആളുകൾ വന്ന് അവരെ ആ പാർട്ടിയിൽ നിന്നും പുറത്താക്കും. ഇനി മുതൽ ജോൺസിന്റെ കലികാലം ആരംഭിക്കാൻ പോകുകയാണ്. ഈന അവരെ പുറത്താക്കിയത് കൊണ്ട് സെയിനിന്റെ പഠനത്തിന് ആവശ്യമായി സൗജന്യമായി കിട്ടുന്ന കാശും പോയി. ഇവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി അവർ അമ്മയെ വീട്ടിൽ നിന്നും പുറത്താക്കി. അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിലേക്ക് ഒരാൾ വരും. അത് വേറെ ആരുമല്ല, വീടിന്റെ വാടക ചോദിച്ചു വന്ന ആളായിരിക്കും. നിങ്ങൾ റെന്റ് തന്നിട്ട് 2 ദിവസം ലേറ്റ് ആയെന്നും പറഞ്ഞ് ബഹളമുണ്ടാക്കും. ജോൺസ് അയാളുടെ കയ്യും കാലും പിടിച്ച് 2 ദിവസം കഴിഞ്ഞ് തരാമെന്ന് പറഞ്ഞേക്കും. അന്നേരം ജോൺസിന് ആകെ ഭ്രാന്ത് പിടിച്ച് ഉള്ള ദേഷ്യം മുഴുവൻ സെലീനയുടെ മേൽ തീർക്കും. നീ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, എല്ലാം അവൾ നോക്കിയിരുന്നു, നീയല്ല അതിൽ സൈൻ ചെയ്യാൻ പറഞ്ഞത്, ഇനി എല്ലാം എന്റെ തലയിലാകും. പിന്നീട് അവർ വീട്ടിലുള്ള വിലപിടിപ്പുള്ള ഓരോരോ സാധനങ്ങൾ വിൽക്കാനായി തുടങ്ങി. അവർ വീട്ടിലുണ്ടായിരുന്ന വിലപിടിപ്പുള്ള വയലിൻ വിൽക്കാൻ പോയപ്പോൾ അവിടെ ഈന മകൾക്കായി നല്ല വിലയുള്ള ഒരു വയലിൻ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അവർ കടത്തിൽ മുങ്ങിയത് കാരണം മീനയുടെ വീട്ടിലേക്ക് കാശും ചോദിച്ച് വരാൻ തുടങ്ങി. ജോൺസ് അവളുടെ വീടിന് മുന്നിൽ വന്നിട്ട്, ഈ നാസൈന്റെ ട്യൂഷൻ അടക്കാൻ കാശില്ല, അവൻ എന്റെ മകനല്ലേ, അവൻക്ക് കുറച്ച് പണം അത്യാവശ്യമുണ്ടെന്ന് ജോൺസ് പറയും. അന്നേരം അവൾ, നിങ്ങൾക്ക് പണം വേണമെങ്കിൽ മുട്ടുകുത്തി 5 വരെ എണ്ണീറ്റ് എന്റെ കാലിൽ വന്ന് നിൽക്കുക, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വളരെ കരുണയോടെ പണം തരാമെന്ന് പറയും. ഇത് കേട്ട് കലി കയറിയ ജോൺസ്, ആർക്ക് വേണം നിന്റെ പൈസ, നീ പോയി പൊഴിഞ്ഞു തിന്നോന്നും പറഞ്ഞ് വളരെ ദേഷ്യപ്പെട്ട് അവിടുന്ന് പോകും. അങ്ങനെ കയ്യിലെടുക്കാൻ 5 പൈസ ഇല്ലാതായപ്പോൾ അവൻ സ്വന്തമായി റിസ്ക് എടുക്കാൻ തുടങ്ങി. അതായത് അവൻ അവന്റെ ഓർഗൻസ് എടുത്ത് വിൽക്കാൻ തുടങ്ങി. ഇവിടെ സിയ അവളുടെ ആൻസർ പേപ്പറുമായി ഓടി വന്നിട്ട് അമ്മയ്ക്കും അങ്കിൾ സാമിനും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവൾ എല്ലാത്തിലും ഫുൾ മാർക്ക് ആയതുകൊണ്ട് രണ്ടാളും അവളോട് കൺഗ്രാറ്റ്സ് പറയും. അന്നേരം സാം, നീ നല്ല മിടുക്ക് കുട്ടിയാ, നിനക്ക് എന്ത് ഗിഫ്റ്റാണ് അങ്കിൾ തരേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, എനിക്ക് നിങ്ങൾ രണ്ടാളും എന്റെ കവിളത്തൊരു ഉമ്മ തന്നാ മതി എന്ന് പറയും. അങ്ങനെ അവർ രണ്ടാളും കിസ് കൊടുക്കാൻ നേരം സിയ വേഗം പിറകോട്ട് വലിഞ്ഞതും ഇനയും സാമും തമ്മിൽ കിസ് അടിക്കും. ഇത് കണ്ട് സിയ അവിടുന്ന് ചിരിച്ചുകൊണ്ട് ഓടും. അങ്ങനെ ഇവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാം പറയും ഇനയോട്, നീ ഇന്ന് നൈറ്റ് എന്റെ കൂടെ നടക്കാൻ പോരുന്നോ, എന്റെ വക ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടെന്ന് പറയും. ഇവന്റെ കെയറിംഗ് കണ്ട് ഈനക്കും അവനോട് ചെറിയ ഇഷ്ടമൊക്കെ തോന്നും. അങ്ങനെ അന്ന് രാത്രി സാം പറഞ്ഞ സ്ഥലത്തേക്ക് ഈന വരും. അവിടെ അവൻ അവൾക്കായിട്ട് ലവ് ഷേപ്പിൽ ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ടാകും. അന്നേരം
അന്നേരം അതിലൂടെ സെലീനയും ജോൺസും നടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈന ഒറ്റക്ക് നിൽക്കുന്നത് അവർ കാണും. അവരവിടെ ഗാർബേജിൽ നിന്നും ആളുകൾ ഒഴിവാക്കിയ സാധനങ്ങൾ പെറുക്കാൻ വന്നതാണ്. അവർക്ക് ഇന്ന് കിട്ടിയ സാധനം കണ്ട് അവർ വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. നാളെ നമുക്ക് നേരത്തെ തന്നെ വരാം, അപ്പോ ഇതിലും കുറെ സാധനങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞു വരുമ്പോഴാണ് അവർ ഈനയെ കാണുന്നത്. അവർ നേരെ അവളുടെ അടുത്തോട്ട് പോയിട്ട്, ഈന നീ എന്താ ഇവിടെ ഈ രാത്രിയിൽ ഒറ്റയ്ക്ക് നിന്റെ കാമുകനെ കാത്തു നിൽക്കാണോ എന്ന് സെലീന ചോദിക്കും. അന്നേരം ജോൺസ്, അവളേക്ക് ആര് നോക്കാനാ, ഞാൻ സഹിച്ച പോലെ ആര് സഹിക്കാനാ എന്ന് പറയുമ്പോഴേക്കും സാം അവൾക്ക് കൊടുക്കാനുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബൊക്കയുമായി വരുന്നുണ്ടായിരുന്നു. അവനെ കണ്ടതും ഈന വേഗം അവന്റെ കൈ പിടിച്ചിട്ട്, നിന്റെ നാക്ക് പൊന്ന, നീ പറഞ്ഞ പോലെ ഇതാ എന്റെ കാമുകൻ എന്നെ കാണാൻ ബൊക്കയുമായി വന്നിരിക്കുന്നു. ആക്ച്വലി അവൾ അവരുടെ മുന്നിൽ ആളവൻ തള്ളിയതാണ്. ഇത് കേട്ട് സാമും വളരെ ഹാപ്പി ആയിരിക്കും. ഉടൻ അവൻ അവൾക്ക് ആ ബൊക്ക കൊടുത്തിട്ട്, ഇത് നിനക്ക് ഞാൻ സ്പെഷ്യൽ ആയിട്ട് അബ്രോഡിൽ നിന്നും വരുത്തിയ റോസാപ്പൂക്കളാണെന്ന് പറഞ്ഞു കൊടുക്കും. അവളും താങ്ക് യു ഡാർലിംഗ് എന്ന് പറഞ്ഞിട്ട് അത് സ്വീകരിക്കും. പിന്നെ അവര് പോയി കഴിഞ്ഞതിന് ശേഷം മീന പറയും, സാം നീ എന്നെ സപ്പോർട്ട് ചെയ്തതിന് നന്ദി, അവർക്ക് ശരിക്കും അത് കൊണ്ടിട്ടുണ്ടെന്ന് പറയും. അന്നേരം സാം, ഈന ഞാൻ അവരുടെ മുന്നിൽ അഭിനയിക്കുകയായിരുന്നില്ല, ആ റോസാപ്പൂക്കൾ ഞാൻ ശരിക്കും നിനക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് തന്നതാണെന്ന് പറഞ്ഞിട്ട് അവൻ അവളെ പ്രൊപ്പോസ് ചെയ്യും. പക്ഷേ ഈന അവനോട്, സാം ഞാൻ 2 കുട്ടികളുടെ അമ്മയാണ്, നിങ്ങളൊരു അവിവാഹിതനുമാണ്, നിങ്ങൾക്ക് എന്നേക്കാൾ നല്ലൊരു പാർട്ണറെ കിട്ടുമെന്ന് അവൾ പറയുന്നുണ്ടെങ്കിലും അവൻ അതൊക്കെ നിരസിച്ചുകൊണ്ട് എനിക്ക് മാച്ചായിട്ടുള്ള പാർട്ണർ നീയാണെന്ന് പറയും. ഇവിടെ സെലീന ജോൺസിനോട് ദേഷ്യപ്പെടാണ്. അവൾക്ക് കൃത്യമായി സപ്ലിമെന്റുകൾ വാങ്ങിക്കാൻ പോലും അവന്റെ അടുത്ത് കാശില്ല, നീ എന്നെ വീണ്ടും വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകാണെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടും. അന്നേരം അവൻ, ഇതെല്ലാം നീ കാരണമാണ് സംഭവിച്ചത്, നീ പ്രഗ്നന്റ് ആയിരുന്നില്ലെങ്കിൽ ഞാൻ അവളെ ഡിവോഴ്സ് ചെയ്യില്ലായിരുന്നു, ഇപ്പോഴത്തെ ഈ അവസ്ഥ നമുക്ക് വരില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവനും ദേഷ്യപ്പെടും. അപ്പോ നിനക്ക് അവളെ ഇപ്പോഴും ഇഷ്ടമുണ്ടല്ലേ എന്ന് പറഞ്ഞ് അവർ അടി തുടങ്ങും. ആകെ ഭ്രാന്ത് പിടിച്ച ഈ പയ്യൻ നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ, നിങ്ങൾ കാരണം എന്റെ ഭാവി നഷ്ടപ്പെടുത്തരുതെന്ന് പറയും. അന്നേരം അവർ, സെയിൻ നിന്നിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ, നീ പഠിച്ച് എക്സാം പാസ്സായാൽ മാത്രമേ നമുക്ക് വിദേശത്തേക്ക് പോകാൻ സാധിക്കൂ, അപ്പോൾ നമ്മൾ സമ്പന്നരാകും. ഉടനെ അങ്ങോട്ട് വീണ്ടും റെന്റ് ചോദിച്ച് ആള് വരും. ഇന്ന് അയാളുടെ കൂടെ കുറച്ച് ആൾക്കാരും ഉണ്ടാകും. അവരിവരെ ആക്രമിച്ചിട്ട് കാശ് തരാൻ പറയും, അല്ലെങ്കിൽ ഈ പെണ്ണിനെ ഞങ്ങൾ കൊണ്ടുപോകുമെന്ന് പറയും. അന്നേരം ജോൺസ്, എന്റെ എക്സ് വൈഫ് ഒരു റിച്ച് ഗേൾ ആണ്, ഞാൻ അവളിൽ നിന്നും പണം വാങ്ങിയിട്ട് എത്രയും വേഗം തന്നെ തരാമെന്ന് പറഞ്ഞ് കാല് പിടിക്കും. പിന്നീട് ജോൺസ് ഗതികെട്ട് വീണ്ടും ഇനയെ കാണാൻ പോകും. എന്നിട്ട് നമ്മുടെ മകനെ ആരോ പിടിച്ചു കൊണ്ടുപോയി, അവനെ കാണാനില്ല, അതിന് എനിക്കെന്താ, നിങ്ങൾ പോയി പോലീസിൽ പരാതിപ്പെടുന്നു ഈന പറയും. അന്നേരം അവൻ, സെൻ ഷാർപ്പ് ഗ്രൂപ്പിന്റെ ഹേഴ്സിന്റെ മകനാണെന്ന് അറിഞ്ഞിട്ടാണ് കൊണ്ടുപോയത്, അവർ പണം ആവശ്യപ്പെടുന്നുണ്ട്. അന്നേരം അവൾ, എന്നാൽ നിങ്ങൾ അവരോട് പോയി പറയൂ, അവൻക്ക് അമ്മയുമായി യാതൊരു ബന്ധവുമില്ലെന്നും ഞാൻ ഫാമിലിയുമായി സെപ്പറേറ്റഡ് ആണെന്നും പോയി പറഞ്ഞോളൂ എന്ന് പറയും. അന്നേരം അവൻ, നിനക്ക് നാണമില്ലേ, അത് നീ പ്രസവിച്ച മകനല്ലേ എന്നൊക്കെ പറഞ്ഞ് അവളെ ഇമോഷണലി ഡാമേജ് ആക്കും. പക്ഷെ അവള്, ഞാൻ എന്റെ പൈസ കത്തിച്ചാലും വലിച്ചെറിഞ്ഞാലും ഒരൊറ്റ പൈസ പോലും നിങ്ങളുടെ കുടുംബത്തിന് തരില്ലെന്ന് പറയും. നിവർത്തിക്കെട്ട് അവനവളുടെ കാലിൽ വീണ് മുട്ടുകുത്തി യാചിക്കും. ശേഷം അവൻ കാറിൽ തലയിടിച്ച് കരയാൻ തുടങ്ങും. അവസാനം അവള്, അവനെ ഞാൻ രക്ഷിക്കാം, അത് നിങ്ങൾക്ക് വേണ്ടിയല്ല എന്ന് പറഞ്ഞ് അവൻ കൊടുത്ത അഡ്രസ്സുള്ള പ്ലേസിലേക്ക് അവൾ കാശുമായി പോകും. പക്ഷെ അതവന്റെ അടവായിരുന്നു. ഇവിടെ ഈന ഒരു ആളൊഴിഞ്ഞ ബിൽഡിംഗിലാണ് എത്തുന്നത്. അന്നേരം അവൾ അവിടെ ഒരു ചെയറിനെ ബ്ലാക്ക് ക്ലോത്ത് കൊണ്ട് മൂടിയത് കാണും. ഉടനെ അവൾ അത് എടുത്തു മാറ്റിയതും നോക്കുമ്പോൾ അവിടെ ഒരു ഡമ്മിയെയാണ് കാണുന്നത്. പിന്നീട് അങ്ങോട്ട് അവളെ കളിയാക്കി ചിരിച്ചുകൊണ്ട് ടോൺസും സെയിനും മറ്റേ ആളുകളും വരും. എന്നിട്ട് ആ പലിശക്കാരൻ വന്ന് അവളെ ഉപദ്രവിക്കാൻ തുടങ്ങും. അയാൾക്ക് കാശിനേക്കാളും ഇഷ്ടം പെണ്ണിനെയാണ്. അയാൾ ഒരു കാമഭ്രാന്തനാണ്. അയാൾ നമ്മുടെ ഇനയോട് 10 മില്യൺ ചോദിച്ചുകൊണ്ട് ഫിസിക്കലി ഹരാസ് ചെയ്യാൻ തുടങ്ങും. ഉടനെ അങ്ങോട്ട് സാമും അവന്റെ ആളുകളും ഓടിയെത്തുകയും അവരെയെല്ലാം തകർത്തടിച്ച് ഇനയെ രക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന എക്സാമിന്റെ റിസൾട്ട് റിലീസായിട്ടുണ്ട്. എല്ലാവരും അവാർഡ് സെറമണിക്ക് വേണ്ടി വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കണേ, ആരായിരിക്കും ആ പ്രതിഭാശാലി എന്നറിയാൻ. ഉടനെ സെയിനെയും ഫാമിലിയെയും മുന്നിലേക്ക് വിളിച്ചിട്ട് അവന്റെ സ്കോറുകൾ ഉറക്കെ പ്രഖ്യാപിക്കും. എന്നത്തേക്കാളും വളരെ വളരെ കുറവായിരുന്നു അവന്റെ സ്കോറുകൾ. പിന്നീട് വിളിക്കുന്നത് സിയയെയും ഫാമിലിയെയുമാണ്. അവളുടെ പേര് വിളിച്ചതും ഇവരാകെ അന്തം വിടും. ഒന്നിനും ഉപകാരമില്ലാത്ത ഈ മണ്ടിപ്പെണ്ണ് എന്തിനെ എഴുതിയതാ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തും. അപ്പോഴേക്കും സിയയുടെ മാർക്ക് വിളിച്ചു പറയും. എല്ലാ വിഷയത്തിലും അവൾ ഫുൾ സ്കോർ ചെയ്തിട്ടുണ്ടാകും. ഇത് കേട്ട് സെയിനും ജോൺസും ആകെ ഷോക്കാകും. ഈന വളരെ അഭിമാനത്തോടെ മകളെയും പിടിച്ച് സന്തോഷത്തോടെ ചിരിക്കണേ. ഇത് കേട്ട് അവിടെ ജോൺസ് തളർന്നു വീഴും. അവന്റെ അവസാനത്തെ പ്രതീക്ഷയായിരുന്നു ഈ മകൻ. അതും പോയി, കിഡ്നിയും പോയി, വീടും പോയി, ഭാര്യയും പോയി. അങ്ങനെ റിപ്പോർട്ടേഴ്സ് ജോൺസിനോട്, വളരെ മിടുക്കനായിരുന്ന ഈ പയ്യന് ഇപ്പോ എന്താ പറ്റിയേ, അവനെങ്ങനെ പിറകിലായ എന്നൊക്കെ ചോദിക്കും. അന്നേരം ജോൺസ് എല്ലാ കുറ്റവും മിനയുടെ തലയിലിട്ടിട്ട്, അവളാണ് എല്ലാത്തിനും കാരണം, അവൾ എന്നെയും മകനെയും ഉപേക്ഷിച്ചിട്ട് വേറൊരുത്തന്റെ കൂടെ പോയി, അത് എന്റെ മകന് തീരെ സഹിക്കാൻ കഴിഞ്ഞില്ല, അവൻ മെന്റലി ഡിപ്രസ്ഡ് ആയതുകൊണ്ടാണ് പഠനത്തിൽ വീക്കായതെന്ന് പറയും. അന്നേരം റിപ്പോർട്ടേഴ്സ് സെയിന് നേരെ മൈക്ക് നീട്ടിയിട്ട് അവനോട് ഇതേപറ്റി ചോദിക്കും. അന്നേരം അവൻ പറയും, എനിക്ക് എന്റെ അമ്മയെ ഇഷ്ടമല്ല, ആ സ്ത്രീയെക്കാളും എനിക്കിഷ്ടം ടീച്ചറെയാണ്, എന്റെ അച്ഛനും അങ്ങനെ തന്നെയാണെന്ന് പറയും. പിള്ള മനസ്സിൽ കള്ളമില്ലെന്ന് പറയുന്നത് പോലെ ജോൺസിന്റെ എല്ലാ കള്ളത്തരവും പൊളിഞ്ഞു. അങ്ങനെ ഇവിടെ വീട്ടിലെത്തിയതിനു ശേഷം സെലീന സെയിനെ പൊതിരെ തല്ലാണ്. നീ ഒരു ലൂസറാണ്, നീ ഞങ്ങളെ നാണം കെടുത്തിയെന്നും പറഞ്ഞ് അവനെ അടിക്കാണ്. ജോൺസ് ഒരക്ഷരം പോലും മിണ്ടാതെ അവനെ അടിക്കുന്നത് നോക്കി നിൽക്കാണ്. ഇതിനെല്ലാം കാരണം നിന്റെ അച്ഛനാണെന്നും അവൾ പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം സിയയുടെ ബർത്ത്ഡേ ആണ്.
പറയുകയാണ്. ആക്ച്വലി അന്ന് തന്നെയാണ് സെയിന്റെയും ബർത്ത്ഡേ, ബിക്കോസ് അവർ ട്വിൻസ് ആണല്ലോ. പക്ഷെ എന്നാൽ ഇവിടെ ഈന ജയയുടെ ബർത്ത്ഡേ അതിഗംഭീരമായി ആഘോഷിക്കുകയാണ്. പാർട്ടിയിൽ പങ്കെടുക്കാനായിട്ട് കുറെ ആളുകളും വരുന്നുണ്ട്. വരുന്നവരൊക്കെ സിയക്ക് വലിയ വലിയ സമ്മാനങ്ങളാണ് നൽകുന്നത്. അതായത് വില കൂടിയ കാർ, പ്രോപ്പർട്ടീസ്, അങ്ങനത്തെ വലിയ വലിയ സമ്മാനങ്ങൾ. അങ്ങനെ പാർട്ടി ആരംഭിക്കാനായതുകൊണ്ട് തന്നെ എല്ലാവരും ഹാളിലേക്ക് പോകും. ഇവിടെ ജോൺസും ഫാമിലിയും ഒളിച്ചും പാത്തും വന്ന് എങ്ങനെയും അകത്ത് കയറാനുള്ള പ്ലാനിലാണ്. പക്ഷെ അപ്പോഴേക്കും ഗേറ്റ് ക്ലോസ് ചെയ്ത് ലോക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്കാർക്കും തന്നെ പാസ്വേഡ് അറിയില്ല. ജോൺസ് വെറുതെ ചുമ്മാ അങ്ങ് അവന്റെ ബർത്ത്ഡേ ഡേറ്റ് അടിച്ചു നോക്കിയതും ഗേറ്റ് അൺലോക്ക് ആവുകയും ചെയ്തു. കാരണം അവളുടെ എല്ലാത്തിന്റെയും പാസ്വേഡ് ഇതാണ്. അപ്പോ ഇതിന്റേതും ഇതായിരിക്കുമെന്ന് അവൻക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ അവർ മൂന്നാളും അകത്ത് കയറും. അവളുടെ വില്ല കണ്ട് ജോൺസ് ആശ്ചര്യപ്പെടും. മഹാലക്ഷ്മിയെ ഇറക്കി വിടേണ്ടായിരുന്നു എന്ന് അവൻ മനസ്സിൽ പറയും. പിന്നീട് അവൻ ഇനയെ അകത്തോട്ട് വിളിച്ചുകൊണ്ട് പോയിട്ട് കുറ്റസമ്മതം നടത്തുകയും, നീ 2 കുട്ടികളുടെ അമ്മയാണ്, ഞാൻ അവരുടെ അച്ഛനും, എന്നെ ഉപേക്ഷിച്ചിട്ട് നീ എങ്ങനെയാണ് നീ മറ്റൊരാളുടെ കൂടെ കഴിയുന്നത്? അന്നേരം അവള്, ഞാനല്ല, നീയാണ് എന്നെ ചതിച്ചത്, നീയാണ് എന്നെ ഉപേക്ഷിച്ചത്. അന്നേരം അവൻ, നീ എനിക്കൊരു ചാൻസ് തരാണെങ്കിൽ ഞാൻ സെലീനയെ ഒഴിവാക്കാം, നീ എന്റെ കൂടെ വരുമോ എന്ന് ചോദിക്കും. പക്ഷെ അവളെ എല്ലാത്തിനും നോ പറഞ്ഞ് റിജക്ട് ചെയ്ത് അവൻക്കൊരു ഇടിയും കൊടുത്തിട്ട് അവിടുന്ന് പോകും. ഇവിടെ സാം ഇനക്ക് കൊടുക്കാനുള്ള പൂക്കളുമായി വരികയാണ്. പക്ഷെ ഇത് കണ്ടിട്ട് സെലീനയ്ക്ക് തീരെ സഹിക്കുന്നുണ്ടായിരുന്നില്ല. ഇവനെന്തിനാ 2 കുട്ടികളുടെ അമ്മയായ ആ തള്ളയുടെ പുറകെ പോകുന്നത്? സാമിനെ എങ്ങനെയെങ്കിലും വലയും വീഴ്ത്തണമെന്ന് പറഞ്ഞിട്ട് അവൾ സാമിന്റെ അടുത്തേക്ക് പോകും. എന്നിട്ട് അവനോട്, ഹേ ഹാൻസം, നീ ഇനയാണോ അന്വേഷിക്കുന്നേ? ആ അതെ, അവൾ എവിടെയാണെന്ന് നിനക്കറിയാമെന്ന് സാം ചോദിക്കുമ്പോൾ അവൾ അവളുടെ എക്സ് ഹസ്ബൻഡിനെ കേച്ചപ്പ് ചെയ്യാൻ പോയതാണെന്ന് തോന്നുന്നു, നിങ്ങളിപ്പോ അങ്ങോട്ട് പോകണ്ട, നിങ്ങൾ വെറുതെ അവിടെ പോയി അവരുടെ നല്ല മൊമെന്റുകൾ നശിപ്പിക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അവനെ അവിടെ പിടിച്ചു നിർത്തും. പക്ഷെ അവൻ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. അവൾ വല്ല അപകടത്തിലും പെടുമെന്ന് പറഞ്ഞ് അവൻ അവളുടെ അടുത്തേക്ക് പോകാൻ നിൽക്കവേ സെലീന സാമിനെ പിടിച്ചു വെച്ച് വശീകരിക്കാൻ തുടങ്ങും. നീ അനുസരിച്ചില്ലേ ഞാൻ ആളുകളെ ഒച്ച വെച്ച് വിളിച്ചു വരുത്തുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. അന്നേരം അവൻ, നിനക്ക് ഭർത്താവായി ജോൺസില്ലേ, പിന്നെന്തിനാണ് എന്റെ പിറകെ വരുന്നേ? അപ്പോ അവളെ, എനിക്ക് വേണ്ട ആ വികൃതി പിടിച്ച മകനെയും ഭർത്താവിനെയും, എല്ലാം കൊണ്ട് സ്മാർട്ട് നിങ്ങളാണെന്നും പറയവേ അത് കേട്ടോണ്ട് അങ്ങോട്ട് ജോൺസ് വരും. ഇത് കേട്ട് അവൾ അവനോട് ദേഷ്യപ്പെടുമ്പോൾ അവൾ സാമിന്റെ കൈ പിടിച്ചിട്ട്, എനിക്കിനി നിങ്ങളെ വേണ്ട, ഇപ്പൊ എന്റെ ബോയ് ഫ്രണ്ട് സാമാണെന്ന് പറയും. അന്നേരം ജോൺസ്, അങ്ങനെയാണെങ്കിൽ നീ അത് പ്രൂവ് ചെയ്യ്, സത്യമാണെങ്കിൽ ഞാൻ എന്റെ തല മൊട്ടയടിക്കുമെന്ന് പറയും. അങ്ങനെ അവൾ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി കണ്ണും മുട്ടി സാമിനെ കിസ് ചെയ്യാൻ പോകുകയാണ്. പക്ഷെ സാം അവളുടെ വൃത്തികെട്ട മുഖം കണ്ട് ആകെ പേടിച്ച് അവിടെ പന്നിയുടെ തല കൊണ്ടുവെക്കും. അവളത് സാമിന്റെ ലിപ്പാണെന്ന് കരുതിയിട്ട് ഒരു 1.5 ഉമ്മയും കൊടുക്കും. ഈ ഒരു സീൻ ഈന ഇവിടെ മൊബൈൽ പകർത്തുന്നുണ്ടായിരുന്നു. ശേഷം ഈന സാമിന്റെ അടുത്തോട്ട് പോയിട്ട് വളരെ പൊസസീവ്നെസ്സോട് കൂടി, നിങ്ങൾ സെലീനയുടെ ബോയ് ഫ്രണ്ട് ആണെന്ന് കേട്ടു. അന്നേരം അവൻ ആകെ പേടിച്ച്, അവൾ എന്നെ ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചതാണ്, അവൾക്ക് ജോൺസ് ഉണ്ടല്ലോ, അവൾ ജോൺസിനെയും പറ്റിക്കുകയായിരുന്നു, അവൾ ജെയിനിന്റെ പ്രശസ്തി ഉപയോഗിച്ച് പണം സമ്പാദിക്കാനുള്ള പ്ലാനിലായിരുന്നു, ഇപ്പോൾ അവന്റെ പ്രശസ്തിയും പോയി, അപ്പോ അവളുടെ അടുത്ത ലക്ഷ്യത്തിന് വേണ്ടി എന്നെ ഉപയോഗിക്കാണ്, പ്ലീസ് ഈന നീ ഒന്ന് എന്നെ വിശ്വസിക്കുന്ന അവൻ പറയുമ്പോൾ ഈന ചിരിച്ചുകൊണ്ട്, ഇത്ര എക്സ്പ്ലനേഷന്റെ കാര്യമൊന്നും വേണ്ടിയിരുന്നില്ല, എനിക്ക് നിന്നെ വിശ്വാസമാണെന്ന് പറയും. ആക്ച്വലി ഇന്ന് സിയയുടെ ബർത്ത്ഡേ പാർട്ടി മാത്രമല്ല, ഇന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് സാമീനയെ പ്രൊപ്പോസ് ചെയ്യുന്ന ഒരു ഡേ കൂടിയാണ്. സാമീനയെ പ്രൊപ്പോസ് ചെയ്യാണ്. ഈനയും വളരെ സന്തോഷത്തോടെ അക്സെപ്റ്റ് ചെയ്യാണ്. അന്നേരം അസിസ്റ്റന്റ് ഓടി വന്നിട്ട്, ഒരു പ്രശ്നമുണ്ട്, നമ്മുടെ സിയയെ കാണുന്നില്ലെന്ന് പറയും. അവൾ അവിടെ കളിച്ചോണ്ടിരിക്കുവായിരുന്നു, പെട്ടെന്നാണ് അവളെ കാണാതായത്. അങ്ങനെ എല്ലാവരും അവൾക്കായി തിരച്ചിൽ ആരംഭിക്കും. നോക്കുമ്പോൾ ഇവിടെ സിയയെ ഉപദ്രവിക്കാണ്. നീ കാരണമാണ് എന്റെ പ്രശസ്തിയും നഷ്ടപ്പെട്ടത്, നീ ഇല്ലാതായാൽ അമ്മയ്ക്ക് പിന്നെ എന്നെ മതി, അമ്മയുടെ എല്ലാ സ്വത്തുകളും എന്റേതാകുമെന്ന് പറഞ്ഞ് സെയിൻ അവളെ സ്റ്റേഴ്സിൽ നിന്നും താഴേക്ക് തള്ളിയിടും. ഉടനെ അവിടേക്ക് എല്ലാവരും ഓടിയെത്തും. സിയക്ക് ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു, അവളുടെ ബോധമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. വൈകാതെ തന്നെ അവളെ വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷം ഡോക്ടർ അവരോട് കുഴപ്പമൊന്നുമില്ല, വേഗം എത്തിച്ചതുകൊണ്ട് കുഞ്ഞ് രക്ഷപ്പെട്ടെന്ന് പറയും. അന്നേരം ഈനയും സാമും, സിയ വളരെ സ്മാർട്ടാണ്, ഇതെങ്ങനെ സംഭവിച്ചത്, അവളൊരിക്കലും താനെ വീയില്ല, ഇനി അവളെ ആരെങ്കിലും വേദനിപ്പിച്ചോ എന്നൊക്കെ സംശയം വരും. ഇവിടെ ഹോസ്പിറ്റലിന് പുറത്ത് ജോൺസും സെലീനയും സെയിന്റെ കയ്യിൽ പോയിസന്റെ ബോട്ടിൽ കൊടുത്തിട്ട്, ഈ അറ്റംപ്റ്റിലെങ്കിലും നീ ഒന്ന് വിജയിച്ച് കാണിക്കെന്ന് പറഞ്ഞിട്ട് അവനെ അകത്തോട്ട് പറഞ്ഞയക്കും. പക്ഷെ അവരകത്ത് കടക്കാൻ അവർ സമ്മതിക്കില്ല. അങ്ങനെ അവർ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരാരും കാണാതെ സെയിൻ വേഗം അകത്ത് കയറും. ഇവിടെ ജോൺസ്, സിയ എന്റെ കൂടെ മകളാണ്, എനിക്ക് അവളെ കാണണം, പക്ഷേ ഈന നീ ഇതുവരെ അവളെ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും എന്നോട് ചോദിച്ചിട്ടില്ല, ഇപ്പോ എന്തിനാണ് ഇങ്ങോട്ട് വന്നേക്കുന്നേ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവരോട് പുറത്തു പോകാൻ പറയും. ഇവിടെ സെയിൻ ഓടി വന്ന് ആരും കാണാതെ സിയയുടെ വായിലേക്ക് പോയിസൺ ഒഴിച്ചു കൊടുക്കും. സെയിനെ അവിടെ കാണാതായത് ഈന മനസ്സിലാക്കി വേഗം റൂമിലേക്ക് പോയി നോക്കിയതും സിയയുടെ വായിൽ നിന്നും രക്തം വരുന്നുണ്ടായിരുന്നു. ഉടനെ ഡോക്ടറെ വിളിച്ചിട്ട് അവളെ എമർജൻസി റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ ഒരുപാട് സമയത്തിന് ശേഷം ഡോക്ടർ പുറത്തു വന്നിട്ട് അവരോട് ചൂടാകും, നിങ്ങൾ എന്താണ് ഈ കുഞ്ഞിന് കുടിക്കാൻ കൊടുത്തത്? അന്നേരം അവർ, ഞങ്ങൾ അവൾക്ക് നല്ല പ്യൂരിഫൈ ചെയ്ത വെള്ളം മാത്രമേ കൊടുത്തിട്ടുള്ളൂ, പക്ഷേ ഡോക്ടർ അവളുടെ ശരീരത്തിൽ ഉയർന്ന അളവിൽ പൊല്യൂട്ടഡ് ആയ ലിക്വിഡ് ഉണ്ടെന്നും അത് അവളുടെ ലങ്സിലും എയർവേസിലും ഗുരുതരമായ അണുബാധ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും അവളുടെ അവസ്ഥ വളരെ ക്രിട്ടിക്കൽ ആണെന്നും പറയും. അന്നേരം ഇന, ഞങ്ങൾ പുറത്തുണ്ടായിരുന്ന സമയത്ത് സെയിനായിരുന്നു അകത്തുണ്ടായിരുന്നത് എന്നും പറഞ്ഞ് ഹിന സെയിനെ അടിക്കുകയും, നീ എന്താ അവളെ ചെയ്തേ, മര്യാദക്ക് പറഞ്ഞോ എന്നും പറഞ്ഞ് ദേഷ്യപ്പെടും. നിങ്ങളുടെ ഫാമിലി ചുറ്റുമുണ്ടാകുമ്പോൾ നല്ലതൊന്നും സംഭവിക്കില്ല, അത് ചെയ്തത് നിങ്ങളായിരിക്കുമെന്ന്
ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് അവൾ കരയും. സിയക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ ഇല്ലാതാക്കുമെന്നും അവൾ പറയും. അന്നേരം സെലീന സിയക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ സെയിനെ കൊണ്ടുപോയിക്കൊന്നും പറഞ്ഞ് അവനെ അവളുടെ അടുത്തേക്ക് തള്ളിയിടും. അങ്ങനെ അങ്ങോട്ട് കുറെ ഡോക്ടേഴ്സ് വന്ന് സിയയെ രക്ഷിക്കാനുള്ള ഓപ്പറേഷൻ നടത്തുകയാണ്. അങ്ങനെ ഒരുപാട് സമയത്തിന് ശേഷം ബോധം വന്നതിന് ശേഷം സാം അവളോട് മോളെ നിനക്ക് വല്ലതും ഓർമ്മയുണ്ടോ, നിനക്ക് ഞങ്ങളല്ലാതെ വേറെ ആരെങ്കിലും കഴിക്കാൻ എന്തെങ്കിലും തന്നോന്ന് ചോദിക്കുമ്പോൾ അവൾ സെയിന്റെ നേരെ വിരൽ ചൂണ്ടിയിട്ട് സെയിൻ അവനാണ് എന്നെ സ്റ്റേഴ്സിൽ നിന്നും താഴേക്ക് തള്ളിയിട്ടത്. ഇവിടെ വെച്ച് എനിക്കൊരു ടേസ്റ്റും ഇല്ലാത്ത വെള്ളവും എന്റെ വായിൽ ഒഴിച്ചു തന്നു. ഉടനെ സാം അവന്റെ പോക്കറ്റിൽ നിന്നും ആ പോയിസന്റെ ബോട്ടിൽ കണ്ടെടുക്കുകയും അവന്റെ ആളുകൾ വന്ന് അവരെ പിടിച്ചു വെക്കുകയും ചെയ്യുന്നുണ്ട്. ഉടനെ സെയിൻ എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത് എന്റെ ടീച്ചറാണ്. സ്റ്റേഴ്സിൽ നിന്ന് തള്ളിയിടാൻ പറഞ്ഞതും ഇപ്പൊ പോയിസൺ കൊടുക്കാൻ പറഞ്ഞതെല്ലാം ഈ ടീച്ചറുടെ നിർബന്ധപ്രകാരമാണെന്ന് പറയും. ഉടനെ ഇന അവളുടെ മുഖത്തടിച്ചിട്ട് വളരെ ദേഷ്യപ്പെടും. അന്നേരം സെലീന ഞാൻ മാത്രമല്ല ജോൺസിനും ഇതിൽ പങ്കുണ്ടെന്ന് പറയും. അങ്ങനെ ഇന ഗാർഡുകളോട് അവളെ പോലീസിന് കൈമാറാൻ പറയും. ഇവിടെ ജോൺസും സെയിനും ഇനയുടെ കാലിൽ വീണ് മാപ്പ് പറയും. എന്നിട്ട് അവളൊരു വഞ്ചകിയായിരുന്നെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, ഞങ്ങളോട് ക്ഷമിക്കണം. കൂടെ സെയിനും അമ്മേ എനിക്ക് സിയയെ വളരെ ഇഷ്ടമാണ്, എനിക്ക് അമ്മയുടെ കൂടെ ജീവിക്കണം, അതിനുവേണ്ടിയാണ് ഞാൻ ടീച്ചർ പറഞ്ഞതുപോലെ ചെയ്തതെന്ന് പറയും. പക്ഷേ ഇന അവരോട് ഞാൻ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ തന്നു, പക്ഷെ നിങ്ങൾ എന്നെ വീണ്ടും വീണ്ടും ചതിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് അവർ രണ്ടാളെയും അവിടുന്ന് പുറത്താക്കും. പിന്നീട് കാണിക്കുന്നത് ഇവിടെ ജോൺസിന് നല്ല കുറ്റബോധം ഉണ്ടാകും. ഇനയെ ഒഴിവാക്കിയതിൽ അവൻ ഇരുന്ന് ഖേദിക്കുകയാണ്. കൂടെ സെയിനും ആകെ ഭ്രാന്തായിരിക്കുകയാണ്. അവൻ എനിക്ക് എന്റെ അമ്മയെ വേണം, എന്റെ തകർച്ചക്കെല്ലാം കാരണം നിങ്ങളാണെന്ന് പറഞ്ഞ് അച്ഛനോട് ദേഷ്യപ്പെടും. പിന്നെ അച്ഛനും മകനും നല്ല നീണ്ടാടിയാണ്. അന്നേരം സെയിൻ ഒരു ബോക്സ് എടുത്തിട്ട് അച്ഛന്റെ തലക്കിട്ട് നല്ല അടി കൊടുക്കും. അച്ഛൻ അവന്റെ കയ്യിൽ കിട്ടിയ സാധനം എടുത്തിട്ട് സെയിനും തലക്കിട്ടൊന്ന് കൊടുക്കും. ആ അടിയിൽ സെയിൻ ബോധം കെട്ട് താഴെ വീഴും. അങ്ങനെ സെയിൻ എന്നേക്കുമായി ലോകത്തോട് വിട പറയും. മകനെ കൊന്നതിന്റെ പേരിൽ ഈ അച്ഛനെ ശിക്ഷിക്കുകയും ചെയ്യും. പിന്നീട് കാണിക്കുന്നത് സാമിന്റെയും ഇനയുടെയും എൻഗേജ്മെന്റ് പാർട്ടിയാണ്. അങ്ങനെ അവർ മൂന്നുപേരും പുതിയൊരു ജീവിതത്തിലേക്ക് തുടക്കം കുറിക്കുന്നു. ഈ ഒരു സീൻ കാണിച്ചുകൊണ്ട് മൂവി ഇവിടെ അവസാനിക്കുന്നു. സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു നല്ല ഡ്രാമയുടെ എക്സ്പ്ലനേഷനും